ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് എൻ സുകന്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സുകന്യ, ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം നേരത്തെ 33 പേജുകൾ ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചിരുന്ന ആ 33 പേജുകൾ കൂടി ചേർത്തുള്ള പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം. അതിനുശേഷം റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഹൈക്കോടതിയുടെ ഈ ഇടപെടലിനെ? വളരെ വളരെ സ്വാഗതാർഹമാണ് ഈ ഇടപെടൽ. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതിന് ശേഷം തന്നെ സമൂഹത്തില് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ധാരാളം സ്ത്രീകൾ ഒരുപാട് കാലത്തെ മനസ്സിൽ അവരെല്ലാം സൂക്ഷിച്ചിരുന്ന പ്രയാസങ്ങൾ, അവരനുഭവിച്ച വേദനകൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ച, അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഇന്ത്യയിലും മറ്റ് ഭാഗങ്ങളിലും ഉൾപ്പെടെ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കയ്യിലെത്തുകയും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇത്തരം പ്രഡേറ്റേഴ്സ് ആയിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ന്യായമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടി അതിലുണ്ടാകുമ്പോൾ അതിന് സാധിക്കുമെന്ന് തന്നെയാണ് വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശ്രീമതി സുകന്യ, ഇപ്പം നേരത്തെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയതിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നിൽ തന്നെയും മൊഴി നൽകിയ പലരും ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടരുത്, അതിൻ്റെ മേൽ തുടർ നടപടികൾ ഉണ്ടാകരുത് എന്ന കാര്യമാണ് സൂചിപ്പിച്ചിരുന്നത്. സമാനമായൊരു സാഹചര്യം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കോടതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പറയുമ്പോൾ പോലും പലരും മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പരാതികൾ, മൊഴികൾ നൽകാൻ ഇനിയും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം. അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ ഒരു ഇടപെടലിൻ്റെ ഒരു പ്രസക്തി കൂടി വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതിപ്പെടാൻ തയ്യാറായി വരുന്ന സ്ത്രീകൾ സിനിമാ രംഗത്തെ വിവിധ മേഖലകളിലുള്ള നടികൾ മാത്രമല്ല മറ്റ് മേഖലകളിലുള്ളവരുമൊക്കെ ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ്, മറ്റ് ടെക്നിക്കൽ രംഗത്തുള്ള സംവിധായകരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ആര് തന്നെ വന്നു കഴിഞ്ഞാലും അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോവുക, അവർക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉണ്ടാവുക, മറ്റു തരത്തിലുള്ള ഭീഷണി ഉണ്ടാവുക, ഇത്തരം പ്രശ്നങ്ങളാണ് ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അവർക്കൊപ്പമുണ്ട് എന്നുള്ളത് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒപ്പം മഹിളാ പ്രസ്ഥാനവും മഹിളാ അസോസിയേഷനും അവരോടൊപ്പമുണ്ടാവും. നിയമ സഹായം അവർക്ക് ലഭിക്കുന്നതിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ സംഘടന എന്നുള്ള രൂപത്തിൽ ചെയ്തു കൊടുക്കും എന്നുള്ളത് ഇതിനകം തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശരി, വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള മഹിളാ സംഘടനകൾ ഈ പരാതി നൽകാനെത്തുന്ന സ്ത്രീകൾക്കൊപ്പമുണ്ട്, എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നാണ് എൻ സുകന്യ കൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.